ഫ്രണ്ട്സ്, നമ്മൾ യൂത്ത് എന്ന് പറഞ്ഞ തമിഴ് സിനിമ 2026 ഇറങ്ങിയ യൂത്ത് എന്ന് പറഞ്ഞ തമിഴ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫൺ എന്റർടൈൻമെന്റ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്, സെന്റി ഉണ്ട്. നമ്മുടെ പിന്നെ കുറെ മലയാളികളുണ്ട്. നമ്മുടെ എന്താ പറയുക, സുരാജ് വെഞ്ഞാറമൂടൊക്കെ ചില സീൻസൊക്കെ സൂപ്പറാണ്. കോമഡി കിടിലനാണ്. അതുപോലെ തന്നെ അൻഷിമ അനിൽകുമാർ, അങ്ങനത്തെ 2-3 മലയാളികളുണ്ട്. പിന്നെ വേറെ ഓവറോൾ കിടിലൻ പടം എന്ന് വേണമെങ്കിൽ പറയട്ടെ. നിങ്ങൾക്ക് ആക്ച്വലി ഫൺ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്റർടൈൻമെന്റ് പടങ്ങളൊന്നുമില്ല. ദുരന്തവും സംഭവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ നിവിൻ പോളിയും അത് അത്ര എന്റർടൈൻമെന്റ് പടമൊന്നുമല്ല. പിന്നെ മറ്റേ നമ്മുടെ ഉള്ളത് പിന്നെ ആട് 3 അതും ഞാൻ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് ക്ലിക്കായില്ല. എന്താ വെച്ചാൽ കോമഡി ഒന്നും എനിക്ക് അങ്ങനെ വർക്കൗട്ട് ആയില്ല, എൻഡിങ് പോർഷൻ ഒഴിച്ച്. പക്ഷെ അപ്പോൾ നമ്മൾ ആക്ച്വലി കണ്ടൊരു പടം, നല്ല പടമാട്ടോ അത്. ആക്ച്വലി ഇതിൽ കെൻ കരുണദാസ് എന്ന് പറഞ്ഞൊരു പുതിയൊരാളാണ് നമുക്ക് ഇതിൽ ഹീറോ അയക്കുന്നതും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്നതും ആള് തന്നെയാണ്. പക്ഷെ ഡയറക്ഷൻ നല്ല ഡയറക്ഷൻ ആയിട്ട്, നല്ലൊരു വെറൈറ്റി ഡയറക്ഷൻ ആയിട്ടുണ്ട്. നല്ല കോമഡീസ് ഉണ്ട്, അതാണ് വെറൈറ്റി സാധനം. അതുപോലെ തന്നെ ഒരു സ്കൂൾ +2 കാലഘട്ടത്തെയാണ് ഇതിൽ കാണിക്കുന്നത്. 2016 നടക്കുന്ന +2 കാലഘട്ടത്തെ കാണിക്കുന്നത്. ഇവൻ ഇതിൽ ഹീറോ ഇതിൽ ഒരു +2 പയ്യനായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, നല്ല കോമഡീസ് ഉണ്ട്. കറക്റ്റായിട്ട് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡി അല്ലാണ്ട് കോമഡി ഉണ്ടാക്കിക്കുന്ന പോലത്തെ പരിപാടികളൊന്നും അല്ല. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് ഈ ഹീറോന്റെ അച്ഛനായിട്ടാണ്, മലയാളി ആയിട്ട് തന്നെയാണ്. പക്ഷെ അത് അങ്ങേരൊക്കെ ചില സംഭവങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതൊക്കെ നല്ല കോമഡി, നല്ല അത്യാവശ്യം നല്ല ക്ലിക്കാവും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ആക്ച്വലി കണ്ടപ്പോൾ ഐനോക്സിലാണ് കണ്ടത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സാധനം ക്ലിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആകെ ഒരു ഷോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. ഇപ്പോൾ അവർ കുറച്ച് ഷോ ഒക്കെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് വേറെ അധികം നോർമൽ തിയേറ്ററിലൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷെ നല്ല പടമാണ്. നിങ്ങൾക്ക് തമിഴ് പടം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കോമഡി പടം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല പടമായിട്ട് തോന്നിയിരുന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫാമിലീസും ഉണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ യൂത്തിനും പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക, മിഡിൽ ഏജ് ആൾക്കാർക്കും പറ്റും, പാരൻസിനും പറ്റും. ശരിക്കും അത് ഡെഡിക്കേറ്റഡ് ടു പാരൻസിനോടാണ് ലാസ്റ്റ് കാണിക്കുന്നത്. ലാസ്റ്റ് ഇപ്പോൾ പാരൻസിൻ്റെ തമ്മിലൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല സെൻറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല മെസ്സേജും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോമഡി പടം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന പടമാണ് യൂത്ത്. കണ്ടോക്ക്.